കമോൺ ഗൈസ്. ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരുടെ മെയിൻ പ്രശ്നമാണ് ഡെസ്ക് ക്ലീൻ ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്നൊരു മിനി ഡെസ്ക് ക്ലീനർ ഉണ്ടാക്കിയാലോ? ആദ്യമേ ഇതേപോലെ നമുക്കൊരു സർക്കിൾ അങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നടുക്കൂടെ മടക്കി രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്ത ഷീറ്റ് പേപ്പർ നമ്മൾ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ആദ്യത്തെ ഹാഫ് ഷീറ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി വേറെ ഷീറ്റ് പേപ്പർ നമ്മൾ ഇതേപോലെ എടുത്തിട്ട് അതിന്റെ നടുക്കൂടെ നമ്മൾ ഇതേപോലെ മടക്കിയെടുക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിനെ ഒന്നും കൂടെ അങ്ങ് ചെറുതാക്കി മടക്കണം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഷീറ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ആ വൈറ്റ് ഭാഗം കാണുന്നിടത്ത് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് ബാക്ക് സൈഡിലും എന്താ ആ ഗ്രീൻ ഷീറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിനി ക്യൂട്ട് ലുക്കിന് എന്താ കണ്ണും മൂക്കും ഒക്കെ അങ്ങ് കൊടുത്തോന്നേ. ഇനി നമുക്ക് ഈ സ്ക്വയർ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ട്രയാങ്കിൾ വരുന്ന പോലെ രണ്ട് സൈഡും ഇതേപോലെ നമുക്ക് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ വരുന്ന പോലെ രണ്ട് സൈഡും ഇതേപോലെ എന്താ മടക്കി കൊടുക്കാം. അപ്പം നമുക്ക് കുറേ മടക്കുകൾ വരത്തില്ലേ? ഇനി നമ്മൾ എന്താ സൈഡിൽ നിന്ന് നടുക്കോട്ട് വരുന്ന രീതിക്ക് നാല് സൈഡും മടക്കി കൊടുക്കണം. അപ്പോൾ ഈ നടുക്ക് ഇങ്ങനെ ഒരു വര വരുന്നുണ്ടല്ലോ, അവിടെ മുട്ടിക്കുന്ന രീതിയിൽ രണ്ട് സൈഡും മടക്കി കൊടുക്കാം. ഇനി എന്താ ചെയ്യണ്ടേ? ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് എന്താ മടക്കി കൊടുക്കാം. ആ നടുക്ക് വരുന്ന വരയുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേപോലെ മടക്കാം. ഇത് നിങ്ങൾ കാണുന്ന പോലെ അങ്ങ് ചെയ്തോന്നേ. കാരണം ഞാൻ പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കാരണം എനിക്ക് പറയാനറിയില്ല. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്കെന്താ ക്യൂട്ട് ലുക്കുള്ള ഒരു ബോക്സ് കിട്ടും. ഇനി നമുക്കെന്താ അതേപോലെ ഫ്രണ്ട് മടക്കി കൊടുത്തിട്ട് ബാക്കിൽ നമുക്കെന്താ ഇതേപോലെ ഒരു റോൾ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം.